എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അത് വാട്ടർ പ്രൂഫിംഗ് എങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഡാം പ്രൂഫ് പൊട്ടിച്ചേക്കുക. നമ്മുടെ അജിമച്ചാൻ ഇന്ന് ഡാം പ്രൂഫ് പൊട്ടിച്ച് കലക്കുമ്പോൾ പ്രൈമർ കോട്ടിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളുണ്ട് ഡാം പ്രൂഫാണിപ്പോൾ. അല്ല നല്ല തനി സാധനം നല്ല തിക്നെസ് കണ്ടറിയാമല്ലേ, നല്ല കട്ടിക്ക. ഈ കട്ടിലാണ് നമ്മൾ സെക്കൻഡ് കോട്ടും ഫൈനൽ കോട്ടും ചെയ്യേണ്ടത്. ഫസ്റ്റ് കോട്ട് മാത്രം പ്രൈമർ കോട്ടാണ് നമ്മൾ മൂന്നിനൊന്നായിട്ട് കലക്കാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ബ്രഷിന് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ഫസ്റ്റ് കോട്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ കണ്ണികളെല്ലാം അടയാൻ വളരെ പ്രയോജനപ്പെടുക തന്നെ. ചെറിയ ഹോളും അടഞ്ഞില്ലെങ്കിൽ ഇതുണ്ടോ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്രാക്ക് നമ്മൾ കാണുമ്പോൾ ഇല്ല, കഴിയുമ്പോൾ വേണ്ട, കഴിയുന്നതിന് ശേഷം കണ്ടോ നോക്കിയേ. ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്, ക്രാക്കെല്ലാം ഫില്ല് ചെയ്യണം. അത് ഏറ്റവും മെയിനാണത്. അതിന് ശേഷം നമ്മളിത് അടിച്ചു തുടങ്ങാവുള്ളൂ. ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇത്, ഈ പ്രതലം മൊത്തം കഴുകി പവർ വാഷ് വെച്ച് കഴുകിയതാണ്. കഴുകിയതിന് ശേഷം ഇതുണ്ടോ കംപ്ലീറ്റ് തൂത്ത് വൃത്തിയാക്കണം. നമ്മൾ ആദ്യം പൊടിയും അഴുക്കും എല്ലാം ഉണ്ടെങ്കിൽ മണ്ണെല്ലാം ഉള്ളത് കംപ്ലീറ്റ് മാറ്റണം. അതിനുശേഷം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ക്രാക്കുകൾ കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സൈഡിലെ ഈ ക്രാക്കുകൾ. നമ്മൾ കഴുകുന്നതിന് മുമ്പ് നോക്കിയാൽ ഈ ക്രാക്കുകളൊന്നും കാണാൻ പറ്റത്തില്ല. കഴുകിയതിന് ശേഷം ഈ ക്രാക്കുകളെല്ലാം ഫില്ല് ചെയ്യണം. ക്രാക്ക് ഫില്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പിൽ ഉപയോഗിക്കുന്ന സാധനം ഏഷ്യൻ പെയിൻറ്റിൻ്റെ ക്രാക്ക് സീലാണ്. ക്രാക്ക് സീലിട്ട് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രാക്ക് സീലിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഡാം പ്രൂഫാണ്, അൾട്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉണ്ട് വലിയ വടകളെല്ലാം നമ്മൾ ആദ്യം കംപ്ലീറ്റ് ഫില്ല് ചെയ്തൊക്കെയാണ്. പൊട്ടിയ എല്ലാം മെയിനായിട്ട് ചെയ്യേണ്ട പണി അതാണ്. കംപ്ലീറ്റ് പൊടിയും മണ്ണും എല്ലാം തൂത്ത് വൃത്തിയായതിനു ശേഷം അത് കഴിഞ്ഞ് 3 കോട്ടാണ് അവർ പറയുന്നത്. അതായത് ഒന്ന് പ്രൈമർ കോട്ട്, ഒന്ന് ബേസ് കോട്ട്, ഒന്ന് ടോപ്പ് കോട്ട്, അങ്ങനെ 3 കോട്ടാണ് പറയുന്നത്. അപ്പം 3ആയിട്ട് തിരിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു കോട്ട് ഫസ്റ്റിൽ പ്രൈമർ കോട്ട് ചെയ്യാം. പ്രൈമർ കോട്ടിൽ 3:1, അതായത് 3 ലിറ്ററിന് 1 ലിറ്റർ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ആദ്യം ഇത് ഉപയോഗിക്കുന്നത്. അതായത് 3ന് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് പ്രൈമർ കോട്ട് അത് ഉപയോഗിക്കാം. അതിനുശേഷം 2 കോട്ട് നേരിട്ടാണ് ഇത് അടിക്കുന്നത്. ഇപ്പോൾ കേട്ടോ ആദ്യത്തെ വർക്ക് വെച്ചാൽ നമ്മൾ വൃത്തിയാക്കണം. ഏറ്റവും പ്രധാനം ഒരു മണ്ണും പൊടിയൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് വൃത്തിയാക്കണം. നമ്മളിത് 15 വർഷം മുമ്പ് ചെയ്ത വീടാണ്, അതുകൊണ്ട് അത് റീവർക്ക് നടക്കുകയാണ്. അപ്പോൾ അനിയനാണ് ക്രാക്ക് ഫില്ല് ചെയ്യുന്നത്. ഏറ്റവും മെയിനാണ് ക്രാക്ക് ഫില്ലും വൃത്തിയാക്കും എല്ലാം. അപ്പം നമുക്ക് സാധനം ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോട്ട് നമ്മൾ ബ്രഷിനാണ് പ്രൈമർ കോട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ ചെറിയ ചെറിയ കണ്ണികളെല്ലാം അടയാൻ ഏറ്റവും ബ്രഷാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ കണ്ണികൾ അടയാൻ പാടില്ല. കണ്ണി അടഞ്ഞില്ലെങ്കിൽ വെള്ളം വീണ്ടും അങ്ങോട്ട് ഇറങ്ങുമല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് കോട്ട് ബ്രഷ് അടിച്ചതിന് ശേഷം സെക്കൻഡ് റോളറിൽ, തേർഡും റോളറിലായാലും വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ആ സാധനങ്ങളെല്ലാം അതിനകത്ത് ആകും. ആ ഫൈബറും കാര്യങ്ങളും എല്ലാം അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. ആ ചെറിയണ്ട ആ കണ്ണുകളെല്ലാം നല്ല വൃത്തിയായിട്ട് അടിച്ചടയ്ക്കാൻ പറ്റും. ഇത് ശ്രദ്ധിച്ച് വേണ്ട ചെറിയ ചെറിയ ആ ഹോളുകളെല്ലാം കണ്ടോ കംപ്ലീറ്റ് അടയ്ക്കാൻ പറ്റും നമുക്ക് ബ്രഷിലാകുമ്പോൾ.